A very warm good evening to one and all present here. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പാലും പഴത്തിൻ്റെയും ഓഡിയോ ആൻഡ് പോസ്റ്റർ ലോഞ്ചിനായി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ സ്പെഷ്യൽ ഇൻവൈറ്റീസ്, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സെലിബ്രിറ്റീസ്, ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഒരു ഹാർട്ടി വെൽക്കം ഞാൻ പറയുകയാണ്. ഐ വിൽ ബി ദി ഹോസ്റ്റ് ഓഫ് ദി ഈവനിങ് ആൻഡ് മൈ നെയിം ഇസ് മീനാക്ഷി സുധീർ. സോ വൺസ് അഗൈൻ ഒഫീഷ്യലി ഞാൻ ഒരു വെൽക്കം പറയുന്നു. വെൽക്കം ടു ദി ഓഡിയോ ആൻഡ് പോസ്റ്റർ ലോഞ്ച് ഓഫ് VK പ്രകാശ് ഫിലിം പാലും പഴവും. ചെറിയൊരു കൈഡിയാവാം. അപ്പോൾ 2 ചടങ്ങുകളാണ് ഞാനിവിടെ അനൗൺസ് ചെയ്യുന്നത്. ഒന്ന് പോസ്റ്റർ ലോഞ്ച് ആൻഡ് ദി ഓഡിയോ ലോഞ്ച്. അപ്പോൾ നമുക്ക് ആദ്യം പോസ്റ്റർ ലോഞ്ച് വെച്ച് തന്നെ തുടങ്ങാം. അതിനായിട്ട് ഈ വേദിയിലേക്ക് ആദ്യം തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്ന ഗസ്റ്റ് ഈ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള നമ്മുടെ സ്വന്തം VKP സാറിനെയാണ്. VK പ്രകാശ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മലയാളത്തിലെ അതുപോലെ തന്നെ മറ്റു ഭാഷകളിലും എപ്പോഴും നമുക്ക് ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സും അതേപോലെ തന്നെ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഫിൽം മേക്കറാണ് സർ. അപ്പം വി ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ലെസർ ദാൻ ദാറ്റ് ത്രൂ പാലും പഴവും. സോ സർ സോ വി വുഡ് ലൈക്ക് യു ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ടു ദി ഓഡിയൻസ്. നമസ്കാരം. ആദ്യമായിട്ട് എൻ്റെ ക്ഷണം സ്വീകരിച്ചുകൂടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം. അതുമാത്രമല്ല, lot of respected directors and actors are here, so I'm slightly nervous, but film is the one which should speak. അപ്പോൾ ഈ സിനിമ സംസാരിക്കും എന്ന് വിശ്വസിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു. ഇനിയെല്ലാം it's all only we can do the film, rest is not in our hands. So we are hoping and we are praying that the film do well and get good opinion about the film. Thank you. ഇനി അടുത്തതായി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോകുന്ന വ്യക്തി ഒരു പക്ഷേ സിനിമാ മോഹികളായിട്ടുള്ള എല്ലാ ചെറുപ്പക്കാർക്കും അല്ലെങ്കിൽ സിനിമാ പ്രേമികളായി നടക്കുന്ന സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന ഓരോരുത്തർക്കും ഒരു വലിയ പ്രചോദനം തന്നെയായിരിക്കും. കാരണം കരിയർ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല, ഒരു നാഷണൽ അവാർഡ് വിന്നിംഗ് ആക്ട്രസിൻ്റെ ഹീറോ ആകാൻ ഇപ്പോൾ ഇതൊരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. വേറെ ആരെയല്ല, അശ്വിൻ ചേട്ടനെ തന്നെയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ അവർ ഹീറോ അശ്വിൻ ജോസ്. ഭയങ്കര ഓവർവെൽമിംഗ് ആയിരിക്കും ഈ ഒരു നിമിഷം എനിക്കറിയാം. എന്നോട് പറഞ്ഞു, എന്നോട് കാര്യമായി ഒന്നും നീ ചോദിക്കരുതെന്ന്. സ്റ്റിൽ ഇവിടെ എത്തിയിരിക്കുന്ന ഈ ഒരു ഗ്യാതറിങ്ങിനോട് 2 വാക്ക് ചേട്ടാ. ദൈവത്തിന് നന്ദി. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയത് ഞാൻ വലിയൊരു ഭാഗ്യമായിട്ടും എൻ്റെ കഷ്ടപ്പാടും എൻ്റെ കൂടുള്ളവരുടെ കഷ്ടപ്പാടും എൻ്റെ പപ്പയും മമ്മിയുടെ പ്രാർത്ഥന എല്ലാം കൊണ്ടാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ആ റോയിലിരിക്കുമ്പം മറ്റേ പുലിവാൽ കല്യാണത്തിൽ ജഗതി ചേട്ടൻ ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ ഇരുന്നത്. എല്ലാ ലെജൻസിൻ്റെ കൂടെയാണ് ഞാൻ ഇരുന്നത്. എനിക്ക് ഇതൊക്കെ എൻ്റെ ഡ്രീമാണ്. ഞാൻ അതെല്ലാം ചെറിഷ് ചെയ്യുന്നു. ഞാനിപ്പോൾ അതെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. പക്ഷേ ഞങ്ങൾ ഈ സിനിമ വളരെ സത്യസന്ധമായി ചെയ്ത നല്ലൊരു സിനിമയാണ്. ഉറപ്പായിട്ടും ഇത് തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ഒരു സാധാരണക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് തന്നെ ഞാൻ പറയുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ. ആൻഡ് ഇനിയും ഇതേപോലെയുള്ള വണ്ടർഫുൾ പേഴ്സണാലിറ്റീസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ, ഇതേപോലെയുള്ള ലെജൻസിൻ്റെ ഒപ്പമൊക്കെ ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഒരു ഡൈനാമിക് പേഴ്സണാലിറ്റിയാണ്. മലയാള സിനിമയിൽ ഇദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല. ദി ആക്ടർ, ദ പ്രൊഡ്യൂസർ മണിയൻ പിള്ള രാജു സാറിനെ വളരെ ബഹുമാന പുരസ്സരം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ പ്ലീസ് കം ഫോർവേഡ്. സാറിൻ്റെ ഇൻ്റർവ്യൂ കാത്തിരുന്ന് എടുക്കാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. 2 വാക്ക് നമ്മുടെ ഓഡിയൻസിനോട് പ്ലീസ്. സദസ്സിലിരിക്കുന്ന ഗുരുതുല്യരായ പ്രിയപ്പെട്ടവരെ, എന്നെ ഞാനാക്കി ഇതോളം എത്തിച്ച ഒരുപാട് പേര് ഇരിപ്പുണ്ട്. പേരെടുത്ത് പറഞ്ഞ ആരെങ്കിലും പേര് വിട്ടുപോയാലെന്ന് വെച്ചാൽ അതങ്ങ് മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. ഒരു 10-25 വർഷത്തിന് മുമ്പ് ഞാൻ ഫ്ലൈറ്റിൽ വെച്ചിട്ട് VKP കണ്ടു പരിചയപ്പെട്ടു. ആ കാലത്ത് തന്നെ ഒരു 200ഓളം ആഡ് ചെയ്ത ഡയറക്ടറാണ്. അപ്പം ഞാൻ അങ്ങനെ ചാൻസ് ചോദിച്ച് നടക്കുന്ന ആളല്ലായിരുന്നു ആ കാലത്ത്. എന്നാലും ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, അങ്ങനെ ഒരുപാട് പരസ്യ ചിത്രം കിടക്കുന്നില്ലേ, ചാണകം കാലിത്തീറ്റ എന്തെങ്കിലും ഒന്നിനെ വിളിച്ചുകൂടെ, ചാണകം വാരി തെങ്ങിനിട്ടാൽ നല്ലത്, എന്തെങ്കിലും എടുത്തുവിടാന്ന് വെച്ചാൽ എൻ്റെ തോളിൽ തെറ്റ് അതൊക്കെ ഒരു സമയം വരട്ടെ എന്ന് പറഞ്ഞൊരു ഷേക്കിൻ്റെ ഒന്ന് പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ ആദ്യമായിട്ട് അത് കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞു ഗുലുമാല എന്നുള്ള സിനിമയിലിട്ടു. ഗുലുമാല സിനിമയൊക്കെ ഞാൻ വെച്ചൊരു ആഡ് ഡയറക്ടറെ പടത്തിൽ അഭിനയിക്കുകയാണ്. അപ്പോൾ മിക്കവാറും ഞാൻ ഈ ബോൺവിറ്റ നന്നായിരിക്കുന്നല്ലോ
ഈ ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ് ആണല്ലോ, ഈ പോൺസ് പൗഡർ ഇടുമ്പോൾ ഇങ്ങനെ കൊല്ലം പറയുമെന്ന് ചോദിച്ചു. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഒരു ആഡ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരാളുടെ നിന്ന് സ്പോൺസർ പൈസ വാങ്ങിച്ചിട്ട്, പ്രൊഡ്യൂസറും കൂടെയാണ്, ഒരു ഐറ്റത്തിന് പ്രോമിനൻസ് കാണിക്കുന്നതെല്ലാം ഉണ്ടാകുമെന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കോമഡി ഫിലിമായിരുന്നു. അന്നത്തെ കാലത്ത് ആ പടം ഹിറ്റുമാണ്. അതിനുശേഷം വളരെ നാളുകൾക്ക് ശേഷമാണ് ഈ സിനിമ ചെയ്യുന്നത്, പാലും പഴവും. നേരത്തെ മീര ജാസ്മിൻ പറഞ്ഞ മാതിരി നമ്മൾ ആ സെറ്റിൽ സമയം പോയത് അറിഞ്ഞില്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിനകത്ത് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച നിഷാ സാരംഗിയുടെ ഉണ്ട്. നിഷാ സാരംഗി 1-2 പടങ്ങളിൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ നിരഞ്ജൻ നിഷാ സാരംഗിയുടെ മകനായിട്ട് 2 പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമയിൽ പോലും ഞങ്ങൾ തമ്മിൽ ഒരു ബെഡ്റൂം സീൻ പോലും ഉണ്ടായിട്ടില്ല. ഇതൊക്കെയാണ് വിധി എന്ന് പറയുന്നത്. കാര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ പാലും പഴം എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പം അധികം പറഞ്ഞ എൻ്റെ രസം കളയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ഒരു പണ്ട് വളരെ പ്രശസ്തനായ നല്ല ഡയറക്ടറാണ് ഭീം സിംഗ് എന്നുള്ള ഡയറക്ടർ. നമ്മുടെ മരിച്ചുപോയ സുകുമാരി ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ഈ പറഞ്ഞൊരു തമിഴ് കണ്ട ഏറ്റവും വലിയ ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ ഭീം സിംഗ് സാറും ഉണ്ട്. അപ്പോൾ ഭീം സിംഗ് സാർ എടുക്കുന്ന പടങ്ങൾക്കെല്ലാം പാ എന്നുള്ള പേര് വെച്ചായിരിക്കും സിനിമകളാണ്. പാവമിന്നിപ്പ്, പാശമലർ, പാതുകാപ്പ്, പാലും പഴവും എല്ലാം പാ വെച്ച് തുടങ്ങുന്ന പടങ്ങൾ എല്ലാം അന്നത്തെ കാലത്ത് അധികം സിനിമകളിലും ശിവാജി ഗണേശൻ സാറായിരുന്നു. എല്ലാ പടങ്ങളും ഓൾമോസ്റ്റ് സൂപ്പർ ഹിറ്റാണ്. മാത്രമല്ല അന്നത്തെ കാലത്ത് പാലും പഴവും കൈകളിലേന്തി പവിഴവായിൽ പുന്നകി പോലെ മയിൽ പോൽ നീ വരുവാ, ഈ പാട്ട് പാടാത്ത ആൾക്കാരില്ല കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യയിൽ. അത്ര സൂപ്പർ ഹിറ്റ് സോങ്ങാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ പാലും പഴവും എന്നുള്ള ആ സിനിമയുടെ അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ഇൻസ്പിറേഷൻ ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇത് അതിൻ്റെ ഒരു സസ്പെൻസ് ഞാൻ പറയുന്നില്ല, അദ്ദേഹം തന്നെ പറയുമായിരിക്കും. അങ്ങനെയാണ് ഈ പടത്തിന് ഈ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഭീം സിംഗിൻ്റെ സാറിൻ്റെ പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റായതുമാതിരി പാലും പഴവും സൂപ്പർ ഹിറ്റാവട്ടെ. പ്രൊഡ്യൂസർ ഈ പറഞ്ഞ ഞാൻ കണ്ടു, അദ്ദേഹം ശ്രീ ഉണ്ണിത്താൻ അന്ന് വരുമ്പോൾ കാലിൽ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് അധിക സമയം വന്നില്ല. പിന്നെ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് മുമ്പ് തമിഴിൽ ചില പ്രൊഡ്യൂസേഴ്സ് ചെയ്തതാണ്, പൈസ തരാതിരിക്കാൻ വേണ്ടി. അയ്യോ കാല് വയ്യ, ഹോസ്പിറ്റലിൽ പോകണം, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, നമുക്ക് പൈസ വയ്ക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടില്ല. അതിന് മുമ്പ് ഇങ്ങനെയുള്ള സിമ്പതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇപ്പം കാലൊക്കെ ശരിയായി. പടം തീർന്നപ്പോഴത്തേക്ക് ഇതൊക്കെ അഴിച്ചു കളഞ്ഞു പിറ്റേന്നല്ലേ. അപ്പോൾ എല്ലാ വിജയാശംസകളും നേരുന്നുണ്ട്. ഈ പടത്തിൽ വർക്ക് ചെയ്ത എല്ലാവരും, അശ്വൻ, എല്ലാവരും നല്ല സഹകരണമായിരുന്നു ഈ പടത്തിൽ. പിന്നെ ഇന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക ആൾക്കാർ സ്പോൺസർ ചെയ്താണെന്ന് അറിയില്ല. എല്ലാം മഞ്ഞയായിരിക്കാണ്. എന്തായാലും മഞ്ഞ ഇടാതെ വന്നുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഡിന്നർ കിട്ടുന്ന കൊള്ളില്ല. ഓക്കെ ആണോ? എന്താ ചുവപ്പും നീല അതില്ലേ? വ്യത്യാസമല്ലേ? ഓക്കെ, ചിലരൊക്കെ അറിഞ്ഞത് മഞ്ഞ ആയിക്കിട്ടുണ്ടെന്ന് ദിവസം. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you so much. So, whenever this man comes on the stage, our whole endeavor, our environment, മൊത്തം അങ്ങോട്ട് ലിറ്റപ്പ് ആകുന്ന പോലെയാണ്. സോ ഓൾവേസ് പ്ലഷർ ഹാവിങ് യു. ഇനി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത് ദ വെരി ഗോർജിയസ് ആക്ടർ ഡാൻസർ ആയിട്ടുള്ള രചന ചേച്ചീനെയാണ്. ചേച്ചി ഈ സിനിമയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേഷം ചെയ്തിട്ടുണ്ട്. സോ ചേച്ചി പ്ലീസ് കം ഫോർവേഡ്. വേദിയിലും സദസ്സിലുള്ള അഭിവന്ദ്യരായ ഗുരുജനങ്ങൾക്ക് നമസ്കാരം. പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റാണ്. ബിക്കോസ് ഒരുപാട് നാളായിട്ട് VKP സാറിനെ അറിയുമെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആദ്യമായിട്ടാണ് സാറിൻ്റെ കീഴിൽ അഭിനയിക്കാൻ സാധിച്ചത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെല്ലാവരും ഒരുപാട് സന്തോഷിച്ചുകൊണ്ട് അഭിനയിച്ച ഒരു സെറ്റായിരുന്നു നമ്മുടെ പാലും പഴത്തിൻ്റെ. ആ ഒരു എനർജി ത്രൂ ഔട്ട് ഞങ്ങളെല്ലാവരും കീപ്പ് ചെയ്തിരുന്നു. ആ എനർജി തീർച്ചയായിട്ടും സിനിമയിലും ഉണ്ട് എന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. ആ എനർജി ഓഡിയൻസിനും പകർന്നു നൽകാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സോ മച്ച് ചേച്ചി. ഇനി നേരത്തെ മണിയൻ പിള്ള സാർ ഇവിടെ മെൻഷൻ ചെയ്ത നിഷ ചേച്ചിയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയൊക്കെ നമ്മുടെ മനസ്സ് കവർന്ന ഒരു ആക്ടറാണ് ചേച്ചി. എസ്പെഷ്യലി ഉപ്പും മുളകും വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാ മലയാളികളും മനസ്സിൽ ഒരു സ്ഥാനം കൊടുത്ത് അല്ലേ, നമ്മുടെ ഒരു അമ്മ സഹോദരിയൊക്കെ ആയിട്ട് ഒരു മിടുക്കൻ കുട്ടനെയും കൊണ്ടിട്ടാണ് വേദിയിലേക്ക് വരുന്നത്. ഐ തിങ്ക് ചേച്ചിയുടെ ഇരിക്കുകയാണ്. വരൂ ചേച്ചിയുടെ ഗ്രാൻഡ് സൺ.
എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ എനിക്ക് ഇവിടെ ഒരു സർപ്രൈസ് അല്ലെന്ന് വെച്ചാൽ സർപ്രൈസ് അല്ല, സത്യം പറഞ്ഞാൽ എനിക്കൊരു ടെൻഷനാണ്. ഞാൻ അഭിനയിച്ച ഒരു 1, 2, 3, 4 സിനിമയിലെ ഡയറക്ടേഴ്സ്, ഇപ്പോൾ 5 ഉണ്ട്. 5 ഫിലിമിലെ ഡയറക്ടേഴ്സ് ഫ്രണ്ടിലിരിക്കുകയാണ്. മുട്ടിടിക്കുന്ന ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ജോഷി സാറുണ്ട്, സിബി സാറുണ്ട്, പിന്നെ ശ്യാം പ്രസാദ്. ഞാൻ പറഞ്ഞിട്ട് വേണം അദ്ദേഹത്തിന് എന്നെ അറിയാൻ. സത്യം അദ്ദേഹത്തിൻ്റെ പടത്തിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് സ്ക്രീനിന് മുന്നിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന ഫിലിമിലൂടെയാണ്. അഭിനയിക്കാൻ വേണ്ടി എത്തിയതല്ല, അവിടെ ഡാൻസ് ചെയ്യാൻ വേണ്ടി എത്തിയ, അപ്രതീക്ഷിതമായിട്ട് അഭിനയിക്കേണ്ടി വന്നു. അതൊരു തുടക്കമായിരുന്നു. എന്തായാലും 2-3 വേദികളിൽ ഇതുപോലെ വന്നിട്ടുണ്ട്, പക്ഷേ ഇത് എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ സിബി സാറിൻ്റെ സിനിമയിലും ഇതുപോലെ എൻ്റെ വീട് അപ്പൂവിൻ്റെയും ചെയ്തു. ജോഷി സാറിൻ്റെ പോത്തൻ വാവ, ജന്മം, അങ്ങനെ 2 മൂവിയിൽ അഭിനയിച്ചു. രഞ്ജിത്ത് സാറിനും ഞാൻ പറഞ്ഞു വേണം സാറിന് അറിയാൻ, സാറിൻ്റെ ഒരു മൂവിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു ദിവസം എപ്പോഴോ ഫോണിലാണ് പറഞ്ഞത്, ഞാൻ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിൽ കുഞ്ഞു ക്യാരക്ടറായിരുന്നു ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് പറയേണ്ടി വന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്കിവിടെ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ, സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എനിക്കും പറയാനുള്ളൂ, ഭയങ്കര എനർജി ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത എനർജി ആയിരുന്നു എനിക്ക് ഇവിടെ ഈ സെറ്റ്. ഞാനത് എപ്പോഴും മീനയോടും പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും പലപ്പോഴും സാറിൻ്റെ ഇടയ്ക്കുള്ള പാട്ടും പിന്നെ ഇടയ്ക്കുള്ള ചില തമാശകളൊക്കെ ഫുൾ ഒരു എനർജി സെറ്റായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് അനുഭവമാണെന്ന് സാറിനോട് പറയുകയും ചെയ്തു. അപ്പോൾ ആ എനർജി നമ്മൾ ഈ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവരെയും സപ്പോർട്ട് ഇനി അങ്ങോട്ടും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. മോൻ്റെ പേരൊന്ന് പറയുമോ ചേച്ചി? റയാൻ. ഹായ് റയാൻ. റയാൻ ഇവിടെ എല്ലാം കണ്ടിട്ട് ഇങ്ങനെ അസ്റ്റോണിഷ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഇനി ഒട്ടും വൈകിക്കുന്നില്ല, പോസ്റ്റർ ലോഞ്ചിങ് ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. അതിനായി നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു വിശിഷ്ട അതിഥിയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻസ് ഒന്നും കൊടുക്കാനായിട്ട് ഞാൻ ആളല്ല. നമ്മൾ ആരും അത്രയ്ക്കും ആ ഒരു ഗ്രോത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബിക്കോസ് നമ്മൾ ഇന്ന് കണ്ടുവരുന്ന എല്ലാ സൂപ്പർ സ്റ്റാർസിൻ്റെയും ദ ഗോൾഡൻ ഫെദർ ഓൺ ദ ഹാറ്റ് എന്ന് പറയുന്നത് പോലെ ഒരു സിനിമ അവർക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ഡയറക്ടറാണ്, ദ വെറ്ററൻ ഡയറക്ടർ. വളരെയധികം ബഹുമാനത്തോടു കൂടിയിട്ട് ഞാൻ വേദിയിലേക്ക് നമ്മുടെ സ്വന്തം ജോഷി സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. സർ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. ജോഷി സാർ സംസാരിക്കാത്തതുകൊണ്ട് എൻ്റെ ഒരു ഭയങ്കര ഹാപ്പിനെസ് ആണത്. കാരണം ജോഷി സാറുടെ മകൻ അഭിലാഷ് എൻ്റെ കൂടെ ഓൾമോസ്റ്റ് ഒരു 5 കൊല്ലം എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നൗ അബി ഈസ് എ ബിഗ് ഡയറക്ടർ. സോ താങ്ക് യു സർ. സാറിനിപ്പോൾ എപ്പോൾ വിളിച്ചാലും വരാതിരിക്കാൻ നിർത്തിയില്ല. That's it, ladies and gentlemen. That's the poster of Palum Pazhavum for you. ഓഗസ്റ്റ് 23-ാം തീയതി ഈ ചിത്രം നമ്മളിലേക്ക് തിയേറ്റേഴ്സിലൂടെ എത്തുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പാലും പഴത്തിനും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ജോഷി സാർ, താങ്ക് യു സോ മച്ച് നമ്മുടെ എൻറ്റയർ കാസ്റ്റ്, ഡയറക്ടർ സാർ, പ്രൊഡ്യൂസർ സാർ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് റിക്വസ്റ്റിംഗ് യു ടു ജോയിൻ ദി ഓഡിയൻസ്. താങ്ക് യു. ഒരു ഫോട്ടോഗ്രാഫ്. Yeah, let's have a photograph together with you, sir, please. All right.
റൈറ്റ് സോ വി ഡൺ വിത്ത് ദ പോസ്റ്റർ ലോഞ്ച്. ഇനി അടുത്തതായിട്ട് ഓഡിയോ ലോഞ്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങളിപ്പോൾ ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ നമ്മൾ കണ്ടു പനോരമ മ്യൂസിക് ഫസ്റ്റ് ടൈം ഇൻ മലയാളം എന്ന്. സോ പനോരമ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബിക്കോസ് ബോളിവുഡിൽ they're pretty much, you know, a big deal and they're very famous over there. And അവിടെ അവർ ചെയ്തിട്ടുള്ള അവരുടെ വർക്ക്സ് പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി നെറ്റ്ഫ്ലിക്സിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷെയ്ത്താൻ, പിന്നെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ്സ് ആയിട്ടുള്ള ദൃശ്യം 1, 2, റൺവേ 34 എന്ന ഈ ഹിറ്റ് സിനിമകളുടെ ഭാഗമാണ്. അപ്പോൾ അവരുടെ ഒരു ബ്രദർ ബ്രാഞ്ച് അല്ലെങ്കിൽ സഹോദര സ്ഥാപനമാണ് പനോരമ മ്യൂസിക്. ആൻഡ് അവർ മലയാളത്തിൽ ആദ്യമായി എത്തുകയാണ് നമ്മുടെ ഈ പാലും പഴത്തിലൂടെ. അപ്പോൾ അതിന് വലിയൊരു കൈയടി കൊടുക്കാം. ബിക്കോസ് പനോരമ മ്യൂസിക് പോലുള്ള ഒരു ബ്രാൻഡ് മലയാളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ can I get a huge round of applause for that? സോ ഞാൻ ഇനി അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ദ CEO ഓഫ് പനോരമ മ്യൂസിക് മിസ്റ്റർ രാജേഷ് മേനനെയാണ്. സർ പ്ലീസ്. Hello sir, hearty welcome to Mollywood. We are so honored and happy to have you here. Could you please speak a few words to the audience? Hello. Yeah, I'm really thankful to all of you to be here. I'll tell you about the background of this company. We are part of Panorama Studio, which is around 30 years old. In the industry, we have done films like Omkara, Drishyam, and Pyar Ka Panchnama 2, recently Shaitan. We are a 3-year-old company in music where we have done a lot of films in Hindi, Marathi, Gujarati. This is our first Malayalam film. And you'll see, you'll see us doing a lot of other films also in this industry. We're also producing a couple of Malayalam films. One is on the floor. Other we will announce maybe in some time. So thank you all of you for coming here. Thanks and best of luck for the film. Thank you, sir. So ഇനി നമുക്ക് ഓഡിയോ ലോഞ്ച്. I request you to stay back on the stage. സോ ഇനി നമ്മൾ ഓഡിയോ ലോഞ്ചിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിനെ മൊത്തമായി ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ്. സോ ആദ്യം തന്നെ ലെറ്റ് മീ ഇൻവൈറ്റ് സച്ചിൻ ബാലു. അദ്ദേഹം ഈ സിനിമയിൽ 3 സോങ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സോങ് കണ്ടു ഞാൻ എന്ന് പറയുന്നൊരു പാട്ട് നമ്മൾ ഇന്നിവിടെ കേൾക്കുന്നതായിരിക്കും. സോ സച്ചിൻ ചേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചേട്ടാ പ്ലീസ്. സോ ആസ് ഐ ടോൾഡ് 3 പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ പോസ്റ്ററൊക്കെ കണ്ടിട്ട് സച്ചിൻ ചേട്ടാ വി ആർ എ ബിറ്റ് എക്സൈറ്റഡ് ടു സീ വാട്ട്സ് ഗോണ ഹാപ്പൻ. ആൻഡ് പാട്ടിൻ്റെ ഒരു പേര് കണ്ടു ഞാൻ കേട്ടിട്ട് ഒരു റൊമാൻറ്റിക് സോങ് ഒക്കെ ആണെന്ന് തോന്നുന്നു. സോ എന്താണ് സംഭവം എന്നൊന്ന് നമ്മളോട് പറയാമോ? എല്ലാവർക്കും നമസ്കാരം. വളരെ ടെൻഷനിലാണുള്ളത്. അതുകൊണ്ട് പാട്ട് ഓൾറെഡി റെക്കോർഡഡ് ആയിട്ടുള്ള പാട്ടാണല്ലോ, അപ്പോൾ അത് പ്ലേ ആകുമ്പോൾ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഞാൻ പറഞ്ഞ് കൊളാക്കുന്നില്ല. എന്തായാലും എല്ലാ ലെജൻസാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒന്നുകൂടെ ടെൻഷൻ കൂടി ഇവിടെ നിൽക്കുമ്പോൾ. ഇവരെല്ലാവരും പാട്ട് കേൾക്കുന്നത് തന്നെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുന്നു. സോ ഒരു ലവ് സോങ് ആണ് ഒബ്വിയസ്ലി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ബാക്കി പാട്ടുകളും എല്ലാവരും സ്വീകരിക്കുന്നു വിചാരിക്കുന്നു. സിനിമയും ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നൗ മേ ഐ ഇൻവൈറ്റ് ജോയൽ ജോൺസ്. അഗൈൻ സിനിമയിലെ സംഗീത സംവിധായകനാണ്. നമ്മുടെ അശ്വിൻ ചേട്ടനും മമിത ബൈജു ഒക്കെ മമിതയുടെ കരിയർ ബിഗിനിങ്ങിൽ അഭിനയിച്ച ഒരു വൈറൽ ഷോർട്ട് ഫിലിമുണ്ട്, ഒരു കളർ പടം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ് ചേട്ടൻ. പിന്നീട് അനുരാഗം എന്ന സിനിമയിലും മ്യൂസിക് ഡയറക്ഷൻ ചെയ്തു. സോ ജോയൽ പ്ലീസ് കം ഫോർവേഡ്. പ്ലീസ് സ്പീക്ക് എ ഫ്യൂ വേർഡ്സ്. ഇപ്പോൾ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേണ്ടി 2 വരി പാടിയാലും മതി. എനിത്തിങ് ഗുഡ്. എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ 2ാമത്തെ മൂവിയാണ്. അപ്പോൾ ആദ്യത്തെ മൂവി അനുരാഗമായിരുന്നു. അനുരാഗത്തിൻ്റെ മൂവിയിലെ സോങ്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കേട്ടിട്ടാണ് VKP സാറും വിനോദ് ഉണ്ണിത്താൻ ചേട്ടനും കൂടെ എന്നെ ചൂസ് ചെയ്തതും ഡിസ്കഷനിലേക്ക് പോയതും. അപ്പോൾ ഇനീഷ്യൽ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത സമയത്ത് ഓക്കെ ഒരു 1 ലൈൻ ജസ്റ്റ് ഒരു ബേസിക് ഒരു തോട്ട് ആശിഷ് സ്ക്രിപ്റ്റ് റൈറ്റർ ആശിഷും കൂടെ ചേർന്നിട്ട് ഞങ്ങളെടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ചെറിയൊരു സിമ്പിൾ എല്ലാവർക്കും ക്യാച്ചിങ് ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു സോങ് ചെയ്തു നോക്കിയാലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ വെറുതെ ജാം ചെയ്തിട്ടുള്ള ഒരു സോങ് ചെയ്തതാണ്.
അത് ഒരു 1 to 2 hours പെട്ടെന്ന് തന്നെ സോങ് കംപ്ലീറ്റ് ആയി. അതെല്ലാവർക്കും വൈബ് ചെയ്യാൻ പറ്റി, ആ സമയത്ത് എൻജോയ് ചെയ്യാൻ പറ്റി, ഷൂട്ടിങ്ങിൽ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയെന്നാണ് അറിഞ്ഞത്. സോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. ഇതുപോലുള്ളൊരു പാലും പഴമൊന്നും മൂവിയിൽ ഇതുപോലൊരു ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച് ജോയൽ. ഇനി ഇങ്ങോട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഒരു മ്യൂസിക് ഡയറക്ടർ ഡുവോനെയാണ്. ആൻഡ് നമ്മൾ ബോംബെയിൽ നിന്ന് ഇറക്കിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. സോ വിത്ത് ഹ്യൂജ് ലവ് ആൻഡ് യുനോ ഒരു ഫാൻഡം കോഡ് കൂടിയിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജസ്റ്റിൻ ഉദയ് ഡുവോ ആൻഡ് ദേ ഫ്രം ബോംബെ. അവർ ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. 1000-ൽ പരം ജിംഗിൾസ് ചെയ്തിട്ടുണ്ട് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട്. ആൻഡ് ദേ റിയലി ഹാവ് സംതിങ് ടു ഗിവ് അപ്പ് ഫോർ പാലും പഴവും. സോ വി കൻ ഹിയർ മോർ ഫ്രം യു. Respected seniors and also some of the most important people whom we are very fortunate to see here, legendary filmmakers like Joshi sir, Ranjit sir, and actors like Maniampala sir, Ashokan sir, and also I see a lot of Unnikrishnan sir speeches which are very, very kadak, and I have gone to ask work to Shyam Prasad sir 20 years back. He wouldn't remember that. And also to Joshi sir's house long back. So it's an honor to be here in front of this entire industry. എൻ്റെ മലയാളം എത്ര സ്മൂത്ത് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്. പ്ലീസ് forgive me for that. And there are 2 people from Bombay because of which, and by the way, this is Uday, my partner. We've been around in Bollywood for almost 26 years and we have done some Bollywood films. But the biggest honor is sitting in front of these legendary people, and thank you VK Prakash sir and Vinod Unithan, these 2 people. By the way, kore karyangalude kore perkku ariyathadu VKP number parayna VK Prakash is supposed to be one of the top ad film makers at that time. Till he migrated here, he is not opting to do advertising films more, but he was one of the top ad film makers, most respected ad film maker, and we had the fortune to work with him, because of which we are here today. And thank you VKP, and thank you very much Ashokan sir for singing this song for us. It's a great honor, sir. It's been a real pleasure working with the team, and it's been a dream to come into this industry and work, because such a beautiful industry. And Joshi sir, I don't know whether you remember, we had come to your house to ask for work, and it's come to a full circle right now. Life is a full circle. You have that mansion from where you came down, and Meera madam, my wife is a huge fan of yours, so it's a great feeling. Life is a full round circle, and CB sir, hats off. It's an honor to be in front of you. Glad that Nitish has done a beautiful job writing the lyrics, so I should honor lyric writers actually. It's a beautiful. Can I call him on stage? Nitish, please come on stage. Nitish? Yeah. And yeah, I would like to thank Vinod for trusting us with this film. And he had great faith in us. Thank you for that. Yes, ladies and gentlemen, right now we have the lyricist, one among the lyricists, Nitish Naderi here on the stage. So, ചേട്ടാ 2 വാക്ക് നമ്മുടെ ഓഡിയൻസോട് സംസാരിക്കും. മലയാളത്തിൻ്റെ നക്ഷത്ര മനുഷ്യരിങ്ങനെ മുൻപിൽ നിൽക്കുമ്പോൾ സത്യത്തിൽ ഭയങ്കര ധൈര്യക്കുറവുണ്ട്, വാക്കുകൾ ഇങ്ങനെ കിട്ടുന്നില്ല. വെള്ളം എന്ന സിനിമയിലെ ആകാശമായുള്ള എന്ന ഒറ്റപ്പാട്ടിൻ്റെ മേൽവിലാസത്തിലാണ് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. വലിയ സന്തോഷം VKP സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ. ഒപ്പം തന്നെ അശോകൻ ചേട്ടൻ്റെ ആദ്യത്തെ പിന്നണി ഗാനം എഴുതാൻ കഴിഞ്ഞു എന്നുള്ള വലിയ സന്തോഷം. വിനോദേട്ടന് താങ്ക്സ്. പിന്നെ എല്ലാവർക്കും ഈ സിനിമയിലെ ഹോൾ ടീമിന് എല്ലാ ആശംസകളും. താങ്ക് യു. താങ്ക് യു സോ മച്ച്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ് ആട്ടോ. നമ്മുടെ മനസ്സിലൊരു വിഷമല്ലെങ്കിലും ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ എവിടെയോ ഉള്ളിലൊരു പിടിച്ചൊരു വലിക്കുന്നത് പോലെ ഒരു ഫീലിംഗ് ഉണ്ടാകും. എന്തായാലും നിതീഷേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ലിറിസിസ്റ്റിനെ കൂടിയിട്ട് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ ലെറ്റ് മീ ബിഗിൻ വിത്ത് സുഹേൽ കോയ. Okay, so he is not here. And next I would like to invite Vivek Murukunnathu. നമുക്കൊരു വലിയ കൈയടി കൊടുക്കാം. Hello Vivek, requesting you to address the gathering. നമസ്കാരം. ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കേണ്ടതായിരുന്നു. ആരുടെയോ ഭാഗ്യത്തിന് ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കാൻ പറ്റി. മുന്നിൽ നിറയെ നക്ഷത്രങ്ങളാണ്, അതുകൊണ്ട് ചെറിയ വിറയലുണ്ട്, ക്ഷമിക്കുക. ഇതൊരു ജീവിതത്തിൽ കിട്ടിയ വലിയ ഭാഗ്യമായി കരുതുന്നു. നന്ദി.
താങ്ക് യു സോ മച്ച്. സത്യം, ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു സ്റ്റാറി നൈറ്റ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞു ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് എന്ന്, ബട്ട് ഐ എം കവറിങ് ഇറ്റ് ഓൾ അപ്പോൾ റൈറ്റ്. ഇനി എന്തായാലും അടുത്തതായി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത് അഗൈൻ വൺ മോർ ലിറിസിസ്റ്റ് ടിറ്റോ പി തങ്കച്ചനാണ്. ടിറ്റോ ചേട്ടാ, പ്ലീസ് കം ഫോർവേഡ്. ഹലോ എവരിവൺ. VKP സാറിൻ്റെ കൂടെ ആദ്യമായിട്ട് ചിത്രമാണ്. ഞാൻ അശ്വിൻ്റെ കളർ പടം അനുരാഗത്തിലൊക്കെ പാട്ട് എഴുതിയിരുന്നു. എന്നെ പരിചയം കാണത്തില്ല. ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത് മലയാളി ഫ്രം ഇന്ത്യയിലെ കൃഷ്ണ സോങ് എന്നായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും പ്രിയപ്പെട്ടവരോട് മുമ്പിൽ നിൽക്കാൻ സാധിക്കുന്നതിലും നിങ്ങളുടെ ഈ പാഠത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു, ഇറ്റ്സ് എ പ്ലഷർ ഹാവിങ് യു. അപ്പം നമ്മുടെ പാലും പഴത്തിൻ്റെയും ദ എൻറ്റയർ മ്യൂസിക് ടീമാണ് നിങ്ങളിവിടെ കാണുന്നത്. ബട്ട് ഒരു ആൾ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഗോപി സുന്ദർ ഇതിനകത്ത് ഒരു സോങ്ങും പിന്നെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡ്യൂ ടു ഹിസ് ബിസി സ്കെഡ്യൂൾസ് ഹി ഈസ് നോട്ട് ഹിയർ. അപ്പം അദ്ദേഹത്തിനെ നമുക്ക് എല്ലാവർക്കും കൂടെ ഇൻക്ലൂഡിങ് ഹിം നമുക്കൊരു വലിയ കൈഡി കൊടുക്കാം. സോ ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഓഡിയോ ലോഞ്ച്. അപ്പം ദ ഫിലിമിലെ ക്രൂ ഇവിടെയുണ്ട്. ഇനി നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റുകളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തന്നെ ഞാൻ വളരെയധികം ബഹുമാനത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ സിബി മലയിൽ സാറിനെയാണ്. ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ മലയാളികൾക്ക് എന്നും കണ്ടുകൊണ്ടിരിക്കാനായിട്ട്, നമ്മുടെ മലയാളത്തിലെ സിനിമയാണ് എന്ന് പറയാനായിട്ടല്ലേ, ഭയങ്കര പ്രൗഡായിട്ട് പറയാനായിട്ടുള്ള സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഓവർ ദ മെനി ഡെക്കേഡ്സ്. സോ സർ, റിക്വസ്റ്റിംഗ് യു ടു ജോയിൻ us. സാർ, ഇവിടെ വന്ന എല്ലാവരും പറഞ്ഞു ഒരുപാട് ലെജൻസ് അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയുണ്ട്, ഇൻക്ലൂഡിങ് മീ കേട്ടോ. അപ്പം എന്താണ് സാർ തോന്നുന്നത്? നമസ്കാരം. VKPയുടെ മിക്കവാറും സിനിമകളുടെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ഞാൻ ഉണ്ടാകാറുണ്ട്. ഓഡിയോ ലോഞ്ച് ആവാം, അല്ലെങ്കിൽ മൂവി ലോഞ്ച് ആവാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രീമിയർ ഷോസ് ആവും. VKP എല്ലാത്തിനും വിളിക്കും. പറ്റുന്ന സമയത്തൊക്കെ ഞാൻ വരാറുമുണ്ട്. ഇന്ന് വളരെ നിർബന്ധമായ വിളികളുടെ പുറത്താണ് എത്താൻ പറ്റും. മറ്റ് അത്യാവശ്യമായിട്ടൊരു പേഴ്സണൽ ആവശ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ VKPയുടെ വിളിയെ നിരസിക്കാൻ പറ്റാത്തതുകൊണ്ട് എത്തിയതാണ്. വളരെ സന്തോഷമുണ്ട്. VKP ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ളൊരു ഫിലിം മേക്കറാണ്. ഇവരൊക്കെ പറയുന്ന പോലെ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടാണ് ലൊക്കേഷനിൽ. VKPക്ക് സിനിമ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഹരമാണ്. അത് വല്ലാതെ എൻജോയ് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ സിനിമയും അത്തരത്തിലൊരു എനർജി കൺവേ ചെയ്യുന്ന സിനിമയായിരിക്കും. പാലും പഴവും നേരത്തെ മണിയൻ പിള്ളരാജു പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ ലെജൻഡറി ആയിട്ടുള്ളൊരു പാട്ടിൻ്റെ ഓർമ്മ നമ്മളിലേക്ക് കൊണ്ടുവരും. ഈ സിനിമ നല്ല രീതിയിൽ ആസ്വദിക്കപ്പെടട്ടെ, എൻ്റെ പാട്ടുകൾ ആസ്വദിക്കപ്പെടട്ടെ, വലിയ വിജയമായി തരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു സർ. ഒരുപാട് സന്തോഷം നേരിൽ കാണാൻ പറ്റിയതിലും ഒരു വേദി അങ്ങോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റിയതിലും. ഇനി അടുത്തതായി നമുക്ക് ഒരുപാട് ബ്രെയിൻ ഫുഡ് എന്ന് പറയുന്ന പോലെയുള്ള സിനിമകൾ, അതായത് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ വീൽ ഹാവ് എ സീഡ് ഇൻസൈഡ്, ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകും. ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ആരെയാണ് ഈ വേദിയിലേക്ക് അടുത്തതായി ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മുടെ എല്ലാവരുടെയും ഏറെ പ്രിയങ്കരനായിട്ടുള്ള രഞ്ജിത്ത് സാറിനെയാണ്, ഡയറക്ടർ രഞ്ജിത്ത്. സർ, പ്ലീസ് കം ഫോർവേഡ്. I'm really sorry. Did I interrupt your call? Sir, welcome to the evening. പ്രകാശിൻ്റെ ടീമിനും എല്ലാ ഭാവങ്ങളും വിജയാശംസകളും. നന്ദി. താങ്ക് യു സർ. ഇനി അടുത്തതായി ഒരുപാട് ഫീൽ ഗുഡ് സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള, നമുക്ക് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ആ ഒരു സിനിമകളോട് ഒരു പ്രത്യേക പ്രണയം നമുക്ക് തോന്നാറുണ്ട്. ശ്യാം പ്രസാദ് സാറിനെയാണ് അടുത്തതായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. സർ, പ്ലീസ്. സർ, നമ്മുടെ ഓഡിയൻസിനോട് 2 വാക്ക്. വളരെ വേണ്ടപ്പെട്ട ഒരുപാട് പേര് വേദിയിലും സദസ്സിലൊക്കെ ഉണ്ട്. എൻ്റെ ഏറ്റവും പഴയ സുഹൃത്താണ് കരുണപ്രകാശ് എന്നുള്ള പേര് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. VK പ്രകാശ് എന്ന് വിളിക്കുന്ന ഈ കരുണൻ എന്ന് വെച്ചാൽ
4ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്. അതുപോലെ തന്നെ അയാൾ ഡ്രാമ സ്കൂളിൽ ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പോൾ അവനെക്കുറിച്ച് പറയാമെന്ന് വെച്ചാൽ വലിയ എന്താ പറയുക, നേരത്തെ ശ്രീ സിബി പറഞ്ഞ പോലെ അവന് സിനിമ എന്നുള്ളത് അവൻ്റെ ഒരു ജീവശ്വാസമാണ്. സിനിമ തന്നെയല്ല, അഡ്വർടൈസിങ് ആയാലും കോർപ്പറേറ്റ് ഫിലിം ആയാലും എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ഒട്ടും ഒരു ടയർഡ്നെസ്സോ ഒരു ബോർഡമോ ഒന്നും ഫീൽ ചെയ്യാത്തൊരു മനുഷ്യനാണത്. ഒരു റെയർ ബ്രീഡാണ് അവൻ. അവൻ ചെയ്തിട്ടുള്ള അത്രയും, അവൻ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ള അത്രയും ജോണേഴ്സ്, അവൻ ടെക്നോളജിയും പല പുതിയ ആൾക്കാരെയും കൊണ്ടുവന്നു. ലൂയി ബാങ്ക്സിനെ പോലുള്ള ഒരു കമ്പോസറെയൊക്കെ മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ്. നമുക്കതിൻ്റെ ഒരു വെയിറ്റ് ഒന്നും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. സോ അത്രയും ക്രിയേറ്റീവായിട്ടുള്ള ആ ക്രിയേറ്റീവ് എക്സൈറ്റ്മെൻറ്റ് ഉള്ളിൽ പേറുന്ന എൻ്റെ അടുത്ത സുഹൃത്താണ് കരുണൻ. അതുപോലെ തന്നെ ഡ്രാമ സ്കൂളിൽ പഠിച്ചിട്ടുള്ള വേറെയും ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട സന്ധ്യ രാജേന്ദ്രൻ, നമ്മുടെ മുകേഷിൻ്റെ സഹോദരി ഓ മാധവൻ സാറിൻ്റെ മകൾ, അതുപോലെ ബാബു സെബാസ്റ്റ്യൻ എന്നുള്ള ഞങ്ങളുടെ തന്നെ ഒരു ബാച്ച്മേറ്റ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഡ്രാമ സ്കൂളിൻ്റെ ഒരു കൂട്ടായ്മ കൂടി ഞങ്ങൾ ഈ ഒരു ദിവസം, അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെയുള്ളത്. ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട്. കരുണൻ്റെ സിനിമകൾ വാസ്തവത്തിൽ കൂടുതൽ വിജയം അർഹിക്കുന്നതാണ്. പക്ഷെ നമ്മളുടെ സിനിമാ വിതരണത്തിൻ്റെയും പ്രദർശനത്തിൻ്റെയൊക്കെ ഒരു പല സാഹചര്യങ്ങൾ കൊണ്ട് അത് അത്രയും എത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ ഐ എം ഷുവർ വളരെ ഡിലൈറ്റ്ഫുള്ളായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് ഈ സിനിമ എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് മ്യൂസീഷ്യൻസിനെ അണിനിരത്തിയിരിക്കുന്നു. എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്, അറിയാത്ത ആൾക്കാരുണ്ട്. ഈ സച്ചിൻ ബാലു എനിക്ക് നേരിട്ട് അറിയുന്ന ഒരാളാണ്. മോഹനവീണ അല്ലേ, മോഹനവീണ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബാക്കിയുള്ളവർ ഐ എം ഷുവർ വെരി ടാലൻറ്റഡ് പീപ്പിൾ. എനിവേ ഈ ഇതിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷം. ഏറ്റവും പ്രിയപ്പെട്ട അഭിനേത്രി മീരയുണ്ട് ഇവിടെ, അതുപോലെ തന്നെ നമ്മുടെ സരനിഷയുണ്ട്, എല്ലാവരും. അശോകൻ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല, രാജു നമ്മളുടെ വളരെ അടുത്ത സുഹൃത്താണ്. ഓൾ ഓഫ് യു. അപ്പോൾ ഇങ്ങനൊരു ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. കരുണൻ്റെ ഈ സിനിമ ഒരു ഗംഭീര ഹിറ്റാവട്ടെ. ആൻഡ് ഹി ഹാസ് മെനി മോർ തിങ്സ് ടു ഡു. അവൻ്റെ എനർജി നിലനിൽക്കട്ടെ. ആ ഒരു ആശംസകളോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു സോ മച്ച് സാർ. നമുക്ക് VKP സാർ എന്നുള്ള ഒരു പേരാണ്, ഇപ്പോഴാണ് ഈ ഒരു പേര് നമ്മൾ കേൾക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഗുഡ് ടു നോ ഇവിടെ ഒരു റീയൂണിയൻ വൈബാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതെന്ന് അറിയാനായിട്ട്. ഇനി ഈ ഒരു വേദി പൂർണ്ണമാകണമെങ്കിൽ തീർച്ചയായിട്ടും വിനോദ് സാറും VKP സാറും കൂടെ നമ്മളെ ഒന്ന് ജോയിൻ ചെയ്യണം. ആൻഡ് ദെൻ വീൽ മൂവ് ഫോർവേഡ് വിത്ത് ദി ഓഡിയോ ലോഞ്ച്. സാർ പ്ലീസ്.